ഹായ് മക്കളുമാരെ, ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു നെത്തോലിയും താളും കൂടെ ഇട്ട ഒരു മീൻ കറിയാണേ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്ക നെത്തോലി, ചക്കക്കുരു, ഒരു 4 പച്ചമുളക്, ഒരു താളെന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തട. ഇനി എടുത്തതിന് ശേഷം അതിൻ്റെ നെത്തോലിയുടെ തലയും വാലും അങ്ങ് ഒടിച്ചതിന് ശേഷം വെള്ളത്തിലിടുക. വേണം ആയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിന് ശേഷം ചക്കക്കുരു കണ്ടോ, അതിൻ്റെ ആ കരിന്തൊലി മാത്രം കളഞ്ഞാൽ മതി. അതിനകത്ത് ആ ചുമന്ന് കാണുന്ന ആ പൂപ്പില്ലേ, പൂപ്പ് നല്ലതാണ്, ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുക. അതുകൊണ്ട് ആ പൂപ്പ് കളയണ്ട. എന്നിട്ട് അതിനെ 4ആയിട്ട് കീറി വെള്ളത്തിലിടണം. ഇനി ആ താള് കണ്ട, ചേമ്പിൻ്റെ തട, അതിനെ കണ്ട ഇതേപോണം അതിൻ്റെ പുറത്തെ തൊലി എടുക്കണം. തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ ഇതേവണ്ണം കീറി 4ആയിട്ട് കീറി ഇടുക. അതും വെള്ളത്തിൽ ഇടുക. ഇനി നമ്മളതിൻ്റെ ചേരുവകയെന്ന് പറയുന്നത് തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം. മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അടിച്ച് വെക്കുക. ഇനി നമ്മളിത് വെക്കുന്നത് മൺചട്ടിയിലാണ്. ഗ്യാസ് കത്തിച്ച് മൺചട്ടി അടപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടും. ഇട്ടത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അല്ലേ ആ അരപ്പ് അതിനകത്തോട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ഒരു 4 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചക്കക്കുരും താളും പിന്നെ നെത്തോലിയൊക്കെ ഇട്ടിട്ട് അരിഞ്ഞ് വെച്ച് ശരിയാക്കി വെച്ചിട്ടില്ലേ, അതിനെയും കൂടെ കഴുകി വാരി അതിലിട്ട് കൊടുക്കണം. കണ്ടോ, താളും ചക്കക്കുരും കൂടി ഇടുവാണ് ഞാൻ. അതിന് ശേഷം കണ്ടോ, ഉണക്കമീൻ അതും കഴുകി അതിനകത്തിട്ട് എന്നിട്ട് തവിയെടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 4-5 കഷ്ണം ചെറിയ കഷ്ണം പുളി അതിനകത്തിട്ട് കൊടുക്കണം. മറ്റേ മീനിടുന്നതിൻ്റെ അത്രയും പുളി അതിന് വേണ്ട. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അതിനെ നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിനെ അടച്ചു വെക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇടുക. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതൊക്കെ വറ്റി ഒക്കെ ഇരിക്കും. ഉപ്പൊക്കെ നോക്കിയിട്ട് അതിന് കുറച്ച് കറിവേപ്പിലയും വിതറി അടപ്പെടുത്ത് അടയ്ക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ചക്കക്കുരു പിന്നെ നെത്തോലിയും താളും കൂടെ ഇട്ട അടിപൊളി മീൻ കറി.